എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളെല്ലാവരും കേട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയാണല്ലോ നമ്മുടെ കൊച്ചി തീരത്തിനടുത്ത് അറബിക്കടലിൽ ഒരു വലിയ ചരക്ക് കപ്പൽ മുങ്ങിപ്പോയത്. MSC എൽസ 3 എന്നാണ് ഈ കപ്പലിൻ്റെ പേര്. മെയ് 25-ാം തീയതി നടന്ന ഈ സംഭവം വെറും ഒരു കപ്പൽ മുങ്ങൽ മാത്രമല്ലായിരുന്നു കേട്ടോ, മറിച്ച് നമ്മുടെ കടലിലും അതോടൊപ്പം തീരദേശവാസികളുണ്ടല്ലോ, ഈ കടലിനടുത്ത് താമസിക്കുന്നവർക്ക് അവർക്കെല്ലാം വലിയ ഭീഷണിയാണ് ഉയർത്തിയിട്ടുള്ളത്. കാരണം ഈ കപ്പൽ നിറയെ അപകടകാരികളായിട്ടുള്ള രാസവസ്തുക്കളും ഒരുപാട് ഇന്ധനവും ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഗൗരവമുള്ള വിഷയമായി മാറുന്നത്? നമ്മുടെ കടലിൽ എന്ത് സംഭവിക്കും? ഇനി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു നല്ല വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരെയും, അതിൽ മൊത്തം കൂടി 24 പേരായിരുന്നു ഉണ്ടായിരുന്നത്, അവരെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം ഇന്ത്യൻ നേവിയും ചേർന്ന് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. MSC എൽസ 3 എന്ന് പറയുന്ന കപ്പൽ നമ്മുടെ പുതിയ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോവുകയായിരുന്നു. മെയ് 24-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. കപ്പൽ പെട്ടെന്ന് ഒരു വശത്തേക്ക് ഏകദേശം 26 ഡിഗ്രിയോളം ചരിയാൻ തുടങ്ങിയാണ്. അതായത് ഒരു കപ്പലിനെ സംബന്ധിച്ച് അത് വലിയൊരു ചരിവ് തന്നെയാണ്, അങ്ങനെ ഒരിക്കലും വന്നുകൂടാ. ഇത് കപ്പലിൻ്റെ, അതായത് ഇത്രയും ചരിഞ്ഞല്ലോ, ഇത്രയും ചരിഞ്ഞത് കൊണ്ട് തന്നെ ഈ കപ്പലിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയാണ്. തുടർന്ന് മെയ് 25 രാവിലെ ആയപ്പോഴേക്കും കപ്പൽ പൂർണ്ണമായിട്ടും കടലിലെ ആഴങ്ങളിലേക്ക് മറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ പലരുടെയും മനസ്സിലേക്ക് വരുന്ന പേര് ടൈറ്റാനിക് എന്നുള്ള കപ്പലായിരിക്കുമല്ലേ. കാരണം ടൈറ്റാനിക് എങ്ങനെയാണ് മുങ്ങിയെന്ന് നമുക്കറിയാം. ഒരു കപ്പൽ മുങ്ങുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ദൃശ്യം അതാണ്, നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള ആ വീഡിയോസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരു കപ്പൽ മുങ്ങാനായിട്ട് ഒരുപാട് സമയമെടുക്കും. ഒറ്റടിക്കല്ല മുങ്ങുന്നത്, പതുക്കെയാണ് കടലിൻ്റെ അടിയിലേക്ക് പോവുക. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ടൈറ്റാനിക് മുങ്ങാനുള്ള കാരണം നമുക്കറിയാം, മഞ്ഞുമലയിൽ ഇടിച്ചതാണല്ലേ. അതായത് ഒരു കപ്പൽ മുങ്ങാൻ എന്തെങ്കിലും കാരണം വേണം. ഇവിടെ ഈ എൽസ 3 മുങ്ങാനുള്ള പ്രധാന കാരണം അതിൻ്റെ കാർഗോ ഹോൾഡറിലേക്ക്, അതായത് സാധനങ്ങളൊക്കെ വയ്ക്കുന്ന വലിയ അറകളുണ്ടല്ലോ, അതിലേക്ക് വെള്ളം കയറിയത് കാരണമാണ്. പക്ഷേ എങ്ങനെയാണ് ഈ വെള്ളം കയറിയതെന്ന് ഇപ്പോഴും വ്യക്തമല്ല കേട്ടോ. ഒരുപക്ഷെ കപ്പലിൻ്റെ അടിയിൽ എവിടെയെങ്കിലും ഒരു തകരാർ സംഭവിച്ചിട്ടുണ്ടാകാം, എവിടെയെങ്കിലും ഇടിച്ച് അവിടെ പൊട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള തിരമാലകളും മോശം കാലാവസ്ഥയും അതോടൊപ്പം കപ്പലിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളും കപ്പലിൻ്റെ പഴക്കങ്ങളും ഒക്കെ തന്നെ ഈ അപകടത്തിന് കാരണമായിട്ടുണ്ടാകാം. ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് കപ്പലിൻ്റെ റക്കേജൊക്കെ കണ്ടെടുത്താൽ മാത്രമേ അതിന് കൂടുതലായിട്ട് പഠനങ്ങൾ നടത്താൻ സാധിക്കത്തുള്ളൂ. അതും അത്രത്തോളം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഈ കപ്പൽ മുങ്ങാനുള്ള കാരണം കാർഗോ ഹോൾഡറിലേക്ക് വെള്ളം കയറിയതാണെങ്കിലും എങ്ങനെ വെള്ളം കയറി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമൊന്നുമില്ല. ഈ കപ്പലിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാലാണ് നമ്മൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത്. അതായത് ഈ കപ്പൽ പറഞ്ഞു കണ്ടെയ്നറുകളൊക്കെ കരക്കടിയും, ആരും തുടരുത്, അകലം പാലിക്കണം, പെട്ടെന്ന് മറ്റേ നമ്മുടെ എമർജൻസി നമ്പറിൽ വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസ്, ഒരുപാട് ന്യൂസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമ്മൾ ചിന്തിച്ചു, ഇതെന്താണ് ഒരു കണ്ടെയ്നറിലെ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ കണ്ടെയ്നറെ കൊണ്ടുപോകുന്ന അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള വസ്തുക്കളാണോ? അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ കപ്പലിൽ ആകപ്പാടെ 640 കണ്ടെയ്നറുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 13 കണ്ടെയ്നറുകളിൽ അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകാരികളായിട്ടുള്ള രാസവസ്തുക്കളായിരുന്നു. 12 എണ്ണത്തിലും കാൽഷ്യം കാർബൈഡാണ് ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ തന്നെ ഈ കപ്പലിൽ 84.4 ടൺ ഡീസലും അതോടൊപ്പം 367.1 ടൺ ഫർണസ് ഓയിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇത് ചില്ലറ അളവുകളൊന്നുമല്ല കേട്ടോ, അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള അളവാണ്. ഇനി കാൽഷ്യം കാർബൈഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇത് പ്രധാനമായിട്ടും വ്യവസായങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ്. പക്ഷേ ഇത് വളരെ അപകടകാരിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടൽ വെള്ളവുമായിട്ട് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന അസറ്റലിൻ ഗ്യാസാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നർ കടലിൻ്റെ അടിയിൽ വെച്ച് തകരുകയോ അല്ലെങ്കിൽ അതിലേക്ക് വെള്ളം കയറുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു സ്ഫോടനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ കപ്പലുണ്ടായിരുന്ന ഡീസലും ഫർണസ് ഓയിലും കടലിലേക്ക് കലരുന്നത് നമ്മുടെ പരിസ്ഥിതിക്ക് വലിയ ദോഷമാകും. അപകടം എത്ര വലുതായിരുന്നുവെങ്കിലും കപ്പലിലെ ജീവനക്കാരെ രക്ഷിക്കാൻ സാധിച്ചത് വലിയൊരു നേട്ടമാണ്. സത്യം പറഞ്ഞാൽ കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരെയും നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയും ചേർന്ന് വിജയകരമായിട്ട് രക്ഷപ്പെടുത്തി. ഇത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു കേട്ടോ. അതായത് കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ചരിഞ്ഞ കപ്പലാണ്, ശക്തമായിട്ടുള്ള തിരമാലകൾക്കിടയിലും അതോടൊപ്പം വലിയ കാറ്റുകളും വീശുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ധീരമായിട്ടുള്ള ഈ രക്ഷാപ്രവർത്തനം അവരുടെ ജീവൻ പണയം വെച്ച് നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയും കൂടെ വിജയകരമാക്കി പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യം 21 പേരെയും പിന്നീട് കപ്പൽ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള 3 പേരെയും വലിയ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സാഹചര്യത്തിലായിരുന്നു രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അവരുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു ജീവൻ പോലും കിട്ടുമായിരുന്നില്ല. കാരണം അത്രത്തോളം അപകടാവസ്ഥയിലായിരുന്നു. കപ്പൽ പൂർണ്ണമായിട്ട് മുങ്ങുകയും ചെയ്തു. എന്തായാലും അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും ഒക്കെ തന്നെ വേഗത്തിൽ പ്രതികരിച്ച്, അതായത് ഏകീകരിപ്പിച്ച് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ അടിപൊളിയാക്കി നടത്തുകയാണ്. ഇത് അത്രത്തോളം അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പക്ഷേ ഈ അപകടം കൊണ്ട് നമുക്ക് നേരിടേണ്ടി വരാനുള്ള ഏറ്റവും വലിയ പ്രശ്നം പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ദോഷങ്ങളാണ്. കപ്പലിലുണ്ടായിരുന്ന എണ്ണയും രാസവസ്തുക്കളും കടലിൽ കലർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ കേരള തീരത്തേക്കും പ്രത്യേകിച്ച് കണ്ടൽക്കാടുകളിലേക്കും കായൽ പ്രദേശങ്ങളിലേക്കും വലിയ തോതിലുള്ള മലിനീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് കടലിലെ ജീവജാലങ്ങളെ ഗുരുതരമായിട്ട് ബാധിക്കും. മീനുകൾ, കക്കകൾ, ഞണ്ടുകൾ തുടങ്ങിയവയെല്ലാം കൂട്ടത്തോടെ ചത്തുപൊങ്ങാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം കാൽഷ്യം കാർബൈഡ്
കണ്ടെയ്നറുകൾക്ക് കടലിനടിയിൽ വെച്ച് കേടുപാടുകൾ പറ്റുകയോ കടൽ വെള്ളവുമായിട്ട് ചേരുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഫോടനങ്ങൾ ഉണ്ടാകാം. ഇത് കടൽ ജീവികൾക്കും മത്സ്യബന്ധന മേഖലയ്ക്കും തീരദേശ സമൂഹങ്ങൾക്കും വലിയ ഭീഷണിയാണ്. ശുദ്ധമായിട്ടുള്ള കടൽ വിഭവങ്ങൾ ലഭ്യമല്ലാതാകും. നമ്മൾ കഴിക്കുന്ന മീനുകളുണ്ടല്ലോ, അതൊക്കെ മലിനമാകും. അതിൻ്റെ അകത്തൊക്കെയുള്ള അത്രത്തോളം വിഷകരമായിട്ടുള്ള സാധനമായിരിക്കും. തീരത്ത് താമസിക്കുന്നവർക്ക് ശ്വാസം എടുക്കാൻ പോലും ഒരുപക്ഷെ പ്രയാസങ്ങളുണ്ടാകും ഈ ഒരു പൊട്ടിത്തെറിയിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ഗ്യാസ് കൊണ്ട്. സർക്കാർ ഇതിനോടകം തന്നെ ചില നടപടികൾ എടുത്തിട്ടുണ്ട് കേട്ടോ. 20 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട്. തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. എണ്ണച്ചോർച്ച തടയാനും അല്ലെങ്കിൽ ചോർന്നേണ വൃത്തിയാക്കാനുമുള്ള വലിയ ശ്രമങ്ങളൊക്കെ ഇപ്പോഴും നടന്നു വരികയാണ്. ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വലിയ സാമ്പത്തിക ചെലവും സമയവും ഒക്കെ ആവശ്യമാണ്. ഈ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ഇപ്പോൾ തന്നെ കൊല്ലം തീരത്തും അതോടൊപ്പം ആലപ്പുഴ, എറണാകുളം തുടങ്ങിയ പല തീരങ്ങളിലും അടിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒഴുകിയെത്തിയിട്ടുണ്ട്. ഇത് അവിടുത്തെ താമസക്കാർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും ഒക്കെ തന്നെ പരിസ്ഥിതിക്കും ഒക്കെ വലിയ അപകടമാണ്. കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ അത് തുറക്കുകയോ അതിൽ സ്പർശിക്കുകയോ ചെയ്യുന്നത് വളരെ ഡേഞ്ചറസ് ആണ് കേട്ടോ. അത്രത്തോളം അപകടകരമാണ്. ഇതിൽ വിഷാംശമുള്ള പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാകാം. അത് വലിയ പ്രശ്നങ്ങളിലേക്കായിരിക്കും നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തീരത്ത് എന്തെങ്കിലും കണ്ടെയ്നറുകളോ അല്ലെങ്കിൽ കടലിൽ നിന്ന് ഒഴുകിയെത്തിയിട്ടുള്ള പരിചയമില്ലാത്ത വസ്തുക്കൾ കണ്ടാലോ ഒരു കാരണവശാലും അതിൽ സ്പർശിക്കുകയോ ഒന്നും ചെയ്യരുത്. ഉടൻ തന്നെ അധികൃതരെ, അതായത് പോലീസിനെയോ കോസ്റ്റൽ പോലീസിനെയോ ഫയർഫോഴ്സിനെയോ ഒക്കെ തന്നെ വിവരം അറിയിക്കണം. നിങ്ങളുടെ സുരക്ഷ വളരെ പ്രധാനമാണ്. അധികാരികളുടെ നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് നിലവിൽ. എന്തായാലും MSC എൽസ 3 സംഭവിച്ചത് ഒരൊറ്റപ്പെട്ട അപകടമല്ല. സമാനമായിട്ടുള്ള പല ദുരന്തങ്ങളും ലോകത്ത് മുമ്പ് നടന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഒന്ന് എക്സ്പ്രസ് പേൾ ആണ്. 2021 ശ്രീലങ്കയിൽ വെച്ചാണ് നടക്കുന്നത്. എന്തായാലും ഈ കപ്പലുണ്ടായ തീപിടുത്തവും രാസവസ്തു ചോർച്ചയും കാരണം ശ്രീലങ്കയുടെ തീരത്ത് ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കെമിക്കലുകളും ഒക്കെ അടിഞ്ഞുകൂടുകയാണ്. കടലിലെ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുകയാണ്. ഈ സംഭവത്തിന് ശേഷം പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നു. 2 MSC ഫ്ലെമിനിയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വർഷം 2012 ഇത് നടക്കുന്നത്. ഈ കപ്പലിലുണ്ടായിരുന്ന അപകടകരമായിട്ടുള്ള ചരക്കിൽ നിന്ന് തീപിടുത്തം ഉണ്ടാകുകയാണ്. മാസങ്ങളോളമാണ് ഇത് കത്തിയെരിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇതുണ്ടാക്കുകയും ചെയ്തു. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ചരക്കുകൾ സൂക്ഷിക്കുന്നതിനുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാൻ ഇത് കാരണമാകുകയാണ്. 3 റേണ എന്നുള്ള കപ്പലാണ്. ന്യൂസിലാൻഡിൽ വെച്ച് വർഷം 2011 സംഭവിക്കുന്നത്. ഒരു പാറയിലിടിച്ചാണ് ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വലിയ അളവിൽ എണ്ണ കടലിലേക്ക് ചോരുകയാണ്. അത് കടലിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഈ ദുരന്തം എണ്ണച്ചോർച്ച തടയാനും അതിവേഗം പ്രതികരിക്കാനുമുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് വേഗത കൂട്ടുകയാണ്. ഈ സംഭവങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇത്തരം അപകടങ്ങൾ എത്രമാത്രം ഭീകരമാണെന്നും നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണമെന്നുള്ളതുമാണ്. ഈ അപകടം കൊണ്ട് ദീർഘകാലത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. കടലിൽ കലർന്ന എണ്ണയും രാസവസ്തുക്കളും പൂർണ്ണമായിട്ട് മാറാൻ ചിലപ്പോൾ വർഷങ്ങളോ പതിറ്റാണ്ടുകളോ ഒക്കെ എടുത്തേക്കാം. ഇത് കടലിലെ എല്ലാ ജീവജാലങ്ങൾക്കും വലിയ ഭീഷണിയാണ്. മത്സ്യങ്ങൾ, കക്കകൾ, ഞണ്ടുകൾ തുടങ്ങിയവയിലൊക്കെ വിഷാംശം കലരാം. അതായത് അവയുടെ ഉള്ളിൽ ഈ വിഷം കലരാം. ഇത് ഭക്ഷ്യശൃംഖലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്കും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ആ സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നമ്മുടെ മത്സ്യബന്ധനവും ടൂറിസവും ഒക്കെ തന്നെ കേരളത്തിൻ്റെ വലിയ വരുമാന മാർഗ്ഗങ്ങളാണല്ലേ. പക്ഷേ ഈ അപകടം കാരണം അതില്ലാതാകാൻ സാധ്യതയുണ്ട്. തീരത്ത് താമസിക്കുന്നവരുടെ ജീവിതം ദുരിതത്തിലാകും. ഒരുപക്ഷെ അവർക്ക് ജോലി പോലും ഇല്ലാതാകും. കാരണം ഒരുപാട് തീരദേശവാസികളുടെ ഉപജീവന മാർഗ്ഗം എന്താണ്? മത്സ്യബന്ധനമാണല്ലേ. അല്ലെങ്കിൽ അത് എടുത്തുകൊണ്ട് വിൽക്കുക, അങ്ങനെ ഒരുപാട് ജോലി ചെയ്യുന്നവരാണ്. ഇവരുടെയൊക്കെ ജീവിതം വല്ലാത്ത കഷ്ടപ്പാടിലാകാൻ സാധ്യതയുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അപകടകരമായിട്ടുള്ള ചരക്കുകൾ കപ്പലിൽ എങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെയൊക്കെ കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വളരെ കർശനമായിട്ടുള്ള നിയമങ്ങളുണ്ട് എന്നുള്ളതാണ്. IMDG കോഡ് പോലെയുള്ള അന്താരാഷ്ട്ര ചട്ടങ്ങൾ അനുസരിച്ച് കണ്ടെയ്നറുകൾ പ്രത്യേക രീതിയിൽ പാക്ക് ചെയ്യണം, സൂക്ഷിക്കണം. കപ്പലുകൾക്ക് കൃത്യമായിട്ടുള്ള അറ്റകുറ്റപ്പണികളും സുരക്ഷാ പരിശോധനയും ഒക്കെ ആവശ്യമാണ്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനായിട്ട് കപ്പലുള്ള ജീവനക്കാർക്ക് നല്ല പരിശീലനം നൽകണം. പതിവായിട്ട് മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കണം. എന്നാൽ MSC എൽസ 3 അപകടവും മുമ്പ് നടന്ന സംഭവങ്ങൾ ചില പോരായ്മകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ നിയമങ്ങൾ എത്രത്തോളം കർശനമായിട്ട് പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് പരിശോധിച്ച് നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ്. കപ്പലുകൾ കടലിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ അവയെ നിരീക്ഷിക്കാനുള്ള സാറ്റലൈറ്റ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണം. വേഗത്തിൽ പ്രതികരിക്കാൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുകയും വേണം. എന്തായാലും MSC എൽസ 3 കപ്പൽ അപകടം നമുക്ക് വലിയൊരു പാഠമാണ്. കടൽ യാത്രകളുടെ സുരക്ഷയ്ക്കും നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിനും എത്രത്തോളം പ്രാധാന്യം നൽകണമെന്നാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ അധികാരികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധാലുക്കളായിരിക്കണം. കടലിലോ തീരത്തോ സംശയാസ്പദമായിട്ടുള്ള എണ്ണപ്പാടുകളോ കണ്ടെയ്നറുകളോ അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത വസ്തുക്കളോ ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ അധികാരികളെ, പോലീസിനെയോ കോസ്റ്റൽ പോലീസിനെയോ ഫയർഫോഴ്സിനെയോ ഒക്കെ തന്നെ വിവരം അറിയിക്കണം. അല്ലെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ വിളിച്ച് വിവരം അറിയിച്ചാലും മതി. ഇത്തരം ദുരന്തങ്ങൾക്കെതിരെ നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തണം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ കർശനമായിട്ടുള്ള നയങ്ങൾ ഉണ്ടാകാൻ, നിയമങ്ങൾ ഉണ്ടാകാനായിട്ട് നമുക്ക് സർക്കാരിന് വലിയ പിന്തുണകൾ നൽകാൻ സാധിക്കും. നമ്മുടെ കടലിനെയും കടലിലെ സമ്പത്തിനെയും, അതായത് മത്സ്യസമ്പത്തിനെയും ഒക്കെ തന്നെ സംരക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അല്ലാതെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയോ നമ്മുടെ സേനകളുടെയോ മാത്രമല്ല. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും കടൽ സംരക്ഷണത്തിന് പിന്തുണ നൽകാനും ഓരോ വ്യക്തിയും തയ്യാറാകണം. ഓർക്കുക, നമ്മുടെ കടൽ നമ്മുടെ ജീവനാണ്, നമ്മളുടെ ഭാവിയാണ്. ഒരുപാട് പേരുടെ അന്ന
പുണ്യമാണ്. അത്രയും മാത്രം നമ്മുടെ മനസ്സിൽ വയ്ക്കുക. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സ്. അതിനാണല്ലോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.